ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞാനും സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ. ഒരു ചെറിയ ട്രിപ്പ് പോകുന്നതിൻ്റെ വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുമെങ്കിൽ എന്തായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇൻഷാ അല്ലാഹ് 1000 ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ട്രിപ്പ് പോകുന്നതിൻ്റെ വീഡിയോസായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫാമിലീൻ്റെ ഒക്കെയാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത്. എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ ഞാനുണ്ട്, ഇക്ക, അതുപോലെ തന്നെ എൻ്റെ ഉമ്മ ഉപ്പ, അതുപോലെ തന്നെ എൻ്റെ ഏട്ടത്തിയുണ്ട്, ഏട്ടത്തിൻ്റെ ഹസ്സുണ്ട്, അതുപോലെ തന്നെ ഏട്ടനുണ്ട്, ഏട്ടൻ്റെ വൈഫുണ്ട്, പിന്നെ നമ്മുടെ 3 കുട്ടികൾ. അപ്പോൾ നമ്മൾ ഒരു 8 ആളാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ 2 കാറായിട്ടാണ് നമ്മൾ പോകുന്നുള്ളത്. അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇല്ലേ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ് കേട്ടോ. ഊട്ടിയിലല്ല, ഊട്ടി പോവാണ്ട് നേരെ കൊടൈക്കനാലിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് വെച്ചാൽ പാലക്കാട് നിന്നാണ്. അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് ട്രിപ്പ് പോകുന്നത് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് പോവുകയാണെങ്കിൽ കുറച്ച് കിലോമീറ്റർ കുറഞ്ഞിട്ട് കിട്ടും. അപ്പം എൻ്റെ നാട്ടിൽ നിന്ന്, അതായത് കാസർഗോഡ് നിന്ന് പോകുന്നതാണെങ്കിൽ കുറച്ചധികം ലോങ് ഉണ്ട്, പാലക്കാട് നിന്നാണെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ട് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഉമ്മാവും ഉപ്പാവും അതുപോലെ തന്നെ ഏട്ടനും ഏട്ടത്തി എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് രാത്രി വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഒരു 7 മണി 8 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. അങ്ങനെ ഇതാ ഒരു 9-10 മണിയാകുമ്പോൾ നമ്മൾ കേരളമെല്ലാം വിട്ടതിന് ശേഷം പിന്നെ തമിഴ്നാട്ട് ആ ഒരു ബോർഡറിലെത്തിയതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി നിർത്തലാണ്. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, വെറും ചായ കുടിച്ചിട്ട് കഴിഞ്ഞതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ. നമ്മൊരു 2 ദിവസം എന്ന് വെച്ചാൽ ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച തന്നെ തിരിച്ചു വരാമെന്നില്ല ആ ഒരു ഇതിലാണ് കേട്ടോ പോയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ എത്തിയാൽ പിന്നെ വെച്ചാൽ ഇങ്ങനെ ഇതേപോലെ മസാല ദോശ, ഇഡലി, അതുപോലെ തന്നെ പ്ലെയിൻ ദോശ അങ്ങനത്തെ എല്ലാം മാത്രമേ കിട്ടും. സാമ്പാർ അങ്ങനെയെല്ലാം കിട്ടും. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അതെല്ലാം കഴിച്ചു, ചായയും കുടിച്ചു, ഒന്ന് ഫ്രഷ് ആയിട്ടെല്ലാം നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പം നമ്മളടുത്ത് നിന്ന് ഒരു 5-6 മണിക്കൂർ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുമ്പോൾ ഒരു 2 മണി ആയിട്ടുണ്ടാവും. ആ ഒരു ടൈമിലാണ് കേട്ടോ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ടായത്. കഴിഞ്ഞിൽ നമ്മൾ ഊട്ടിയിൽ പോയിട്ടുണ്ടായിന്. അതിനേക്കാളും 2-3 മണിക്കൂർ കൊടൈക്കനാലിലേക്ക് ഉണ്ട് കേട്ടോ, ദൂരമുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പോകുന്നതിൻ്റെ ഇടയിലുള്ള വീഡിയോയിലാണ് കാണുന്നത്. നമ്മൾ 2 വണ്ടി ആക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായത്. ഒറ്റ വണ്ടിയല്ല, 2 വണ്ടി ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായത്. ഒരു വണ്ടി ഇക്ക എടുത്ത്, അതുപോലെ തന്നെ എടുത്തിൻ്റെ ഹസ് അവരും ഇക്കാവെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുത്തതാണ് കേട്ടോ വണ്ടി. പിന്നെ മറ്റേ വണ്ടി എൻ്റെ ഏട്ടനും കൂടി എടുത്തതാണ്. അപ്പോൾ അങ്ങനെ 2 വണ്ടിയിലായിട്ടാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് മുന്തിരി ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ട് നമ്മളെല്ലാം പോവുകയാണ്. ഏട്ടത്തിൻ്റെ മോള് ഉണ്ട്, അവൾ നമ്മളെ വണ്ടിയിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ നമ്മൾ ഫുള്ളായിട്ട് പോയിട്ടില്ല. ഇടയ്ക്ക് ഓരോരോ സ്ഥലത്തെല്ലാം കഴിഞ്ഞ് ഫോട്ടോസെല്ലാം എടുത്ത് ഒന്ന്
ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീണ്ടും പോയിട്ടുണ്ടായത്. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷമാണ് പോയത്. ഒരേ പോകുമ്പം ഒരു മടുപ്പ് തോന്നുമല്ലോ നമുക്ക്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടെല്ലാം ഒന്ന് റിലാക്സ് എല്ലാം ആയതിന് ശേഷമാണ് പോയിട്ടുണ്ടായത്. അന്നത്തെ ദിവസം കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല, ഫുള്ള് യാത്രയാണല്ലോ. അപ്പോൾ ഇതാകുമ്പം പൊള്ളാച്ചി പോയിട്ടാണ് അവിടെ നിന്നാണ് പോകേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ചുരം കയറാൻ വേണ്ടി പോകുന്നതിൻ്റെ തൊട്ട് മുമ്പിലൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു 2-3 കിലോമീറ്റർ ഫുള്ള് നമ്മുടെ പുളിമരം ഉണ്ടാവില്ല, അതാണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ വെച്ചാൽ റോഡിലൂടെ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തോന്ന് നമ്മളിങ്ങനെ വെച്ച മാതിരിയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ചുരം കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ചുരം കയറുന്ന സമയത്ത് 2-3-4 മണിക്കൂർ ഉണ്ടായിട്ടുണ്ടാവും. ഫുള്ള് ചുരമാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കീനിട്ട് ഫോട്ടോസ് എടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് റിലാക്സായി ജസ്റ്റ് കുറച്ച് സമയം പുറത്തെല്ലാം ഇരുന്നിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായത്. പിന്നെ ചുരം കയറാൻ തുടങ്ങുമ്പം സ്വാഭാവികമായിട്ടും നല്ലൊരു തണുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ നല്ല തണുപ്പും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കീന് ഫോട്ടോസെല്ലാം എടുത്തിട്ട് നമ്മൾ വീണ്ടും പോയി. പിന്നെ കുറച്ചും കൂടി വന്നതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്ത് കീനിട്ട് നമ്മൾ പോകുന്നതിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലത്ത് തന്നെ കീനിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കീഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഹോട്ടലൊന്നും കണ്ടിട്ടുമില്ല. പിന്നെ ഈ ഒരു ഏരിയയിലൊന്നും അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോട്ടൽ ഉണ്ടായിട്ടുമില്ല. അപ്പം നമ്മൾ വിചാരിച്ചിങ്ങനെ ചായ ഇതെല്ലാം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ സൈഡാക്കിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കീഞ്ഞതാണ് കേട്ടോ. അവിടെ നല്ല വണ്ടിയും ആളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും നമ്മളെപ്പോലെ തന്നെ ഇതേപോലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് റിലാക്സ് എല്ലാം ആവാൻ വേണ്ടിയിട്ട് കീഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ആടെ ഇരുന്നിട്ട് നല്ല ചൂട് ചായ, ബ്ലാക്ക് ടീ, കോഫി എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ആടെ ഇരുന്ന് ചായയെല്ലാം കുടിച്ച് നല്ലൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ. കാണില്ലേ, ചുറ്റും മരങ്ങളെല്ലാം ആയിട്ട് നല്ല തണലും ഉണ്ടായിരുന്നു, നല്ല തണുപ്പും നല്ല ചൂട് ചായയെല്ലാം ഉണ്ടായിന്. അങ്ങനെ നമ്മൾ ചായയും കുടിച്ചിട്ട് വീണ്ടും ഇങ്ങനെ പോലെയാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിന്. നമ്മൾ അവിടെ കീനിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, കാരണം കീയാൻ വേണ്ടി തോന്നിയിട്ടുണ്ടായിട്ടില്ല. അപ്പം പിന്നെ ഇക്കാവും അതുപോലെ തന്നെ ഉപ്പെല്ലാം ഇറങ്ങിയിട്ട് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്, വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കടലില്ലേ അതെല്ലാം വാങ്ങിക്കൊണ്ടുവരാണ് കേട്ടോ ചെയ്തത്. നമ്മ ആരും ഉണ്ടായിട്ടില്ല, അവർ മാത്രം ഇറങ്ങിയിട്ട് പോയതാണ്. വേണ്ട പുഴുങ്ങിയ കടലയാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുപോയിട്ട് നല്ല ചൂട് കടല, തണുപ്പിനെ നമ്മൾ ചൂട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അതും കൂടി കഴിച്ചിട്ട് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കലാണ്. അവിടെ ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ കട ഏരിയ, അതുപോലെ തന്നെ ഗെയിംസിൻ്റെ അങ്ങനെയെല്ലാം കേട്ടോ. കുറേ കടകളെല്ലാം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിട്ടില്ല, നമ്മളുടെ തൊട്ട് മുമ്പാണല്ലോ ഇറങ്ങിയത്, അതുകൊണ്ട് ഇറങ്ങാൻ നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടെ ഒന്ന് നിർത്തിയിട്ട് ഇങ്ങനെ ഒരേ പോക്ക് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് എന്തെല്ലാം കഴിച്ചിട്ട് അങ്ങനെയല്ലാന്ന് കേട്ടോ പോയിട്ടുണ്ടായത്. കാരണം വെച്ചാൽ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല, എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിന്. അപ്പം നമ്മൾ ഇങ്ങനെ എന്തെല്ലാം കഴിച്ചുകൊണ്ടെല്ലാം ഇങ്ങനെ പോലാന്ന്. അങ്ങനെ നമ്മൾ നേരെ പോയിട്ടുള്ളത് ലേക്കിലേക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കൊടൈക്കനാലിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ലേക്ക് കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായത്. ആടെ എത്തുമ്പം ഏകദേശം 4 മണി 5 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് വന്നിട്ടുണ്ടായത്. ആ ഒരു ദിവസം ആ ഒരു സ്ഥലം മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളൂ.
അപ്പം ഇവിടെയെന്ന് വെച്ചാൽ ഫുള്ള് സൈക്കിൾ കൊണ്ട് ഒന്ന് റൗണ്ട് അടിക്കുക, അതാണ് ഇവിടുത്തെ കാര്യമായിട്ടുള്ള ഇതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മാരും സൈക്കിളൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. പക്ഷേ എന്ന് വെച്ചാൽ അവിടെ എത്തും ഭയങ്കര തണുപ്പുണ്ടായിന് കേട്ടോ. ഒന്നാമത് വൈകുന്നേരമായി, അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ അവിടുന്ന് എല്ലാവരും കൂടി ജാക്കറ്റെല്ലാം വാങ്ങി ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒന്ന് ഫുള്ള് നടന്നിട്ട് കണ്ട് അപ്പോഴത്തേക്ക് മഗ്‌രിബെല്ലാമായി. ഈ ഒരു ടൈം 7 മണിയെല്ലാം ആയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് പോലാണ്. ഇനി നമുക്ക് റൂം നോക്കണം. അങ്ങനെ ഇതാ ഒരു 8-9 മണി ആ ഒരു ടൈം ആകുമ്പം 8:30 ആയിട്ടുണ്ടാവും. ആ ടൈമിൽ നമുക്കൊരു റൂം കിട്ടിയിട്ടുണ്ട്. അപ്പം വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകലാന്ന് കേട്ടോ. അപ്പോൾ റൂമെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഏകദേശം 8:30 ആ ഒരു സമയമായിട്ടുണ്ടായിന്. അപ്പം നമ്മൾ നേരെ റൂമിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോക്കാന്ന്. കാരണം തന്നെ 9:30 ആയിട്ടുണ്ടായിന്. പിന്നെ ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്താട് നമ്മൾ പോലാന്ന് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ പിന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിന്, പിന്നെ നല്ല ഫുഡെല്ലാം കിട്ടുന്ന ഒരു ഏരിയ ഉണ്ടായിന്. അപ്പോൾ നടന്നിട്ട് പോകേണ്ട ദൂരെ ഉണ്ടായിട്ടില്ലോ, അപ്പം നടന്നിട്ട് എല്ലാവരും പോയിട്ട് അവിടുന്ന് കഴിക്കലാന്ന് കേട്ടോ. ഇത് നമ്മളെ അതായത് മുസ്ലിംസിൻ്റെ കടയാണെന്ന് തോന്നുന്നു. അപ്പം അവിടെ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലത്. അപ്പോൾ ഇതാ പൊറോട്ട, ഷവായി എല്ലാം ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. ചിക്കന്, നോൺ വെജ് എല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം ഞാൻ നോൺ വെജാണ് വാങ്ങിയിട്ടുണ്ടായത്. ഷവായി, പൊറോട്ട, അതുപോലെ തന്നെ ചിക്കൻ കറി എല്ലാം വാങ്ങിയിട്ട് നല്ല റാഹത്തിൽ കഴിച്ച്. ഇതാണ് കേട്ടോ നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ടൗണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിന്, റഹ്മാൻ റെസ്റ്റോറൻറ്റ്. നല്ല ഫുഡും കാര്യങ്ങളെല്ലാം അതിന് കേട്ടോ. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് വന്ന്. ഇതാണ് കേട്ടോ നമ്മൾ എടുത്ത റൂം. ഇതേപോലത്തെ 4 റൂമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. അപ്പം ഈ സമയത്തെല്ലാം ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ജാക്കറ്റൊന്നും ഇടാണ്ട്, ഷോക്സും ജാക്കറ്റൊന്നും ഇടാണ്ട് പുറത്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. റൂമിൻ്റെ ഉള്ളിൽ തന്നെ നല്ല തണുപ്പെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ സാധാ നോർമൽ റൂമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. ഒരു റൂമിന് 1000 റുപ്പീസാണ് വന്നിട്ടുണ്ടായത് കേട്ടോ. സാധാ നോർമൽ ജസ്റ്റ് ഒന്ന് രാത്രി കിടക്കാൻ വേണ്ടിയിട്ടല്ല. രാവിലെ നമ്മൾ ഒരു 7-8 മണിക്ക് നമ്മൾ ചെക്കൗട്ടും ചെയ്യുകയും ചെയ്തിന്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോർമൽ റൂമാണ് എടുത്തിട്ടുണ്ടായത്. ഇതേപോലെ തന്നെ 4 റൂമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ രാവിലെ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതൊരു 8 മണി ആ ഒരു ടൈമിലുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പം രാവിലെ 8 മണി ആയാലും ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ റൂമിലും അതേ തണുപ്പെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം നമ്മൾ കൃത്യം 9 മണിക്ക് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും കുളിച്ച് ഫ്രഷായി അതുപോലെ തന്നെ എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഞാൻ ഫുള്ള് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്ത് ഇനി നമുക്ക് നേരെ നാട്ടിലേക്ക് പോകണം. അപ്പോൾ പോകുന്നതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലെ തന്നെ 9 മണിക്ക് തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലേ നമുക്ക് രാത്രി നാട്ടിലേക്ക് എത്തുകയും ചെയ്യണം, അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടെല്ലാം ചെയ്യലാണ്. ഇതാണ് കേട്ടോ റൂം. അപ്പം മോന് എണീച്ചിട്ടുണ്ടായിട്ടില്ല, മോന് ഉറങ്ങുന്നത്ര. അങ്ങനെ ഇതാ എല്ലാവരും ഫ്രഷായി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് എന്നിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഇപ്പോൾ സമയം ഒരു 9 മണി ആയിട്ടുണ്ടായിന് കേട്ടോ, കൃത്യം 9 മണി ആയിട്ടുണ്ടായിന്. അപ്പോഴാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്.
ഇനി നമുക്ക് രാവിലത്തെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, അതുപോലെ തന്നെ ചായ കുടിക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോകലാന്ന്. അപ്പം നമ്മുടെ അടുത്ത റൂം കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി റൂമും കാര്യങ്ങളെല്ലാം തന്നെ, നല്ല സൗകര്യമെല്ലാം ഉണ്ടായിന്. പിന്നെ വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ ഒന്ന് ഫ്രഷ് ആകണം, കിടക്കണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ റൂം എടുത്തുള്ളത്. കുറച്ച് സമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. രാത്രി 10 മണി തൊട്ട് രാവിലെ 9 മണി ആ ഒരു സമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഇതാ ബാഗും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ രാത്രി കഴിച്ചിട്ടില്ലേ ഹോട്ടലിൽ, അവിടെ തന്നെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ നടന്നിട്ട് തന്നെ വീണ്ടും പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് കേട്ടോ. അവിടെയും ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നെയ് റോസ്റ്റ്, മസാല ദോശ, പൂരി, ഇഡലി അങ്ങനത്തെ എല്ലാം തന്നെ കേട്ടോ ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ ഇതാ ഞാൻ പ്ലെയിൻ ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 2 ചട്നിയും സാമ്പാറും അതാണ് കൊണ്ടുവച്ചിട്ടുണ്ടായത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ നേരെ വണ്ടിയിലിട്ട് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ നേരെ പോലാന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പെയിൻ ഫോറസ്റ്റ് അടുത്തേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായത്. അതിൻ്റെ ഉള്ളിൽ 2-3 സ്ഥലങ്ങളെല്ലാം ഉണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു കൊടൈക്കനാലിൽ മെയിനായിട്ട് ഈ ലേക്ക്, അതുപോലെ തന്നെ പെയിൻ ഫോറസ്റ്റ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇത് രണ്ടുമാണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ കാണാനില്ലത് ആ ഒരു സ്ഥലം തന്നെയാണ് തോന്നുന്നത്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോലാന്ന്. അതിൻ്റെ ഉള്ളിൽ പിന്നെ 2-3 സ്ഥലങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സ്ഥലം കണ്ടിട്ട് അവിടെ വണ്ടികളെല്ലാം നിർത്തിയത് കണ്ടിട്ട് അവിടെ കയറി നോക്കലാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലം. അപ്പോൾ എന്താണെന്ന് പേര് നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. കണ്ട ഇപ്പുറം പച്ചപ്പ്, ഇപ്പുറം പിന്നെ ഫുള്ള് മരങ്ങളായിട്ടില്ല ആ ഒരു തണലും ആ ഒരു വ്യൂവും എല്ലാം കേട്ടോ ഉണ്ടായിട്ടുണ്ടായത്. അപ്പം നല്ല അടിപൊളി സ്ഥലമായതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച്. കണ്ട ഈ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായത്. നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. നല്ല തണലും ആ ഒരു മരങ്ങളെല്ലാം ഇങ്ങനെ കൂടി നിന്നത് കാണുമ്പോൾ ഒരു പാങ്ങനല്ലേ. അപ്പം അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഇവിടെ എന്തോ എലിഫൻറ്റ് ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് അധികം ടൈം നിൽക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടില്ല കേട്ടോ. എല്ലാവരും പെട്ടെന്ന് തന്നെ എല്ലാവരും പായിക്കുന്നുണ്ടതിന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുത്തിട്ട് എവിടെ അപ്പുറമായാലും ഇപ്പുറമായാലും നമ്മൾ അധികം ടൈം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടില്ല. എല്ലാവരോടും പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പായിക്കുന്നുണ്ടായത്. അപ്പം വേഗം നമ്മൾ 2 സ്ഥലത്തു നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് വേഗം തിരിച്ചു പോകുന്നതാണ് കേട്ടോ. അപ്പം അവിടെ എന്തോ എലിഫൻ്റ് ഇറങ്ങുന്നതാണ്, അധികം സമയം നിന്നുകൂടാന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ കൊടൈക്കനാൽ എന്ന് വെച്ചാൽ ആ ഒരു ക്ലൈമറ്റും പിന്നെ ഈ പോകുന്ന ഒരു കാഴ്ചകളില്ലേ അതെല്ലാം തന്നെയാണ് കേട്ടോ കാണാൻ മെയിനായിട്ടുള്ളത്. നല്ല അടിപൊളി പ്ലേസ് ആണല്ലോ അങ്ങോട്ടെല്ലാം. അപ്പം ആ ഒരു ക്ലൈമറ്റും അതുപോലെ തന്നെ ആ ഒരു നമ്മൾ കാണുന്ന യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു പിന്നെ എന്താ പറയുക ആ ഒരു ഭംഗി അതാണ് കേട്ടോ ഇവിടുത്തെ മെയിന്. അപ്പം നല്ല ഭംഗി ഉണ്ടായിന്. അപ്പോൾ ഫുള്ള് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഫുള്ള് വീഡിയോ എടുക്കലേ നമുക്ക് പണിയുണ്ടാവും. അപ്പം നമുക്ക് ഫുള്ള് ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് കുറച്ചെല്ലാം നമ്മൾ ഇതേപോലെ തന്നെ വീഡിയോ എടുത്ത് കുറച്ചെല്ലാം നമ്മൾ വീഡിയോ എടുക്കാണ്ട് ആസ്വദിച്ച് പോലാണ് കേട്ടോ.
അപ്പം ഇവിടെ എത്തിയപ്പോൾ 2 റൂട്ട് കണ്ടാലും നമുക്ക് ഡൗട്ടായി, അങ്ങോട്ടാണോ പോകേണ്ടത് ഇങ്ങോട്ടാണ്. അതാണ് കേട്ടോ വണ്ടി കുറച്ച് സമയം അവിടെ നിർത്തിയത്. പിന്നെ ഏകദേശം എല്ലാ വണ്ടികളും ഇങ്ങോട്ടേക്കാണ് പോകുന്നുണ്ടായത്. അതുപോലെ നമ്മളും ഇങ്ങോട്ടേക്ക് തന്നെ വന്നതാണ് കേട്ടോ. അവിടെ ആ റൂട്ടിൽ എന്തെങ്കിലും കാണാനുണ്ടാകും, പക്ഷെ നമ്മൾ പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ എന്തെന്ന് അറിയുന്നുണ്ടായിട്ടില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോളം ഈ ഒരു മരം, ഇനി എന്താ പറയില്ലെന്നറിയില്ല, ഒരു ട്രീ ആണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിന്, അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. ഫുള്ള് കോട ഇറങ്ങുന്ന ഒരു സമയത്താണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായത്. അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുമ്പം അടുത്തൊരു പ്ലേസ് കണ്ട്, ഇവിടെ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. അപ്പം അവിടത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അങ്ങനെ ഇതാ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും അകത്തേക്ക് പോലാന്ന്. അപ്പം ഈ ഒരു സമയത്തുള്ള ഇവിടെ ഭയങ്കര കോട ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയാൻ പറ്റില്ല. ഒരു പുക പോലത്തെ സാധനം പോകുന്ന കണ്ടിട്ടില്ലേ, അത് ഫുള്ള് കോടയാണ് കേട്ടോ. നമ്മൾ ഏകദേശം അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പം വലുതായിട്ടുണ്ടായിട്ടില്ല, പക്ഷെ നമ്മൾ പുറത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഫുള്ള് കോടയായിട്ട് ഫുള്ള് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ടില്ലേ കോട പോകുന്നത്. അപ്പോൾ ഫുള്ള് നമ്മൾ പുറത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഫുള്ള് കോടയായിട്ട് മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു സമയം 12 മണി ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ അടുത്തേക്ക് എത്തിയത്. ആ ഒരു സമയം തന്നെ കണ്ടില്ലേ രാവിലെ പോലെയുണ്ട്, നല്ല തണുപ്പും അതുപോലെ തന്നെ കോടയും. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്, നമ്മൾ ഫാമിലി ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ SLR. അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നമ്മൾ തിരിച്ച് വരലാണ്. എവിടെ പോയാലും ഫുള്ള് ജാക്കറ്റ്, അതുപോലെ തന്നെ ഇങ്ങനെ ഫുഡ് ഐറ്റംസ് എല്ലാം ആണ് കേട്ടോ ഫുള്ള് മൊത്തത്തിൽ ഉണ്ടായത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു പോകുന്ന റോട്ടിൽ ഓരോരോ സ്ഥലങ്ങൾ ഓരോരോ കിലോമീറ്റർ അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു സ്ഥലം കഴിഞ്ഞിട്ട് 1-2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു പ്ലേസ് വരുന്നത്. അതുകൊണ്ട് എല്ലാം അടുത്തടുത്തായതുകൊണ്ട് നമുക്ക് കുറേ ഓടേണ്ടി വന്നിട്ടില്ല. 1-2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത വ്യൂ പോയിൻ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അധികമായിട്ട് ഓടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ പൈൻ ഫോറസ്റ്റ് മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കൊടൈക്കനാൽ വന്നാൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു പ്ലേസാണ് പൈൻ ഫോറസ്റ്റ്. അപ്പം നമ്മൾ നേരെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പം നല്ല അടിപൊളി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് സിനിമയിൽ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് കേട്ടോ ഇത് പൈൻ ഫോറസ്റ്റ്. അത് പറയുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കൊടൈക്കനാൽ വന്നിട്ട് ഈ ഒരു പ്ലേസാണ് കേട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു മരങ്ങൾക്കിടയിൽ ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ ആ ഒരു കാഴ്ചകളും നല്ല അടിപൊളിയായിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. കുറേ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് പിന്നെ വെച്ചാൽ കുതിരയിൽ കയറിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം എൻ്റെ ഉമ്മാവും അതുപോലെ തന്നെ ഏട്ടത്തിയും ഒഴിച്ച് ബാക്കി നമ്മളെല്ലാവരും കയറിയിട്ടുണ്ടായിന് കേട്ടോ. ഞാനെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലെ കുതിരയിൽ കയറുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കുതിരയിൽ കയറുക. അപ്പം മസ്റ്റായിട്ട് ഇവിടെ പോയെങ്കിൽ എന്തായിട്ടൊന്ന് കുതിരയിൽ കയറുക കേട്ടോ. നല്ല അടിപൊളി പ്ലേസും കാര്യങ്ങളെല്ലാം ആയിരുന്നു. അതുപോലെ തന്നെ ആ ഒരു സമയത്തും ഭയങ്കര കോട ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്തത് ഈ ഒരു സ്ഥലത്താണ്. അങ്ങനെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു പോകലാന്ന് കേട്ടോ. അപ്പം ഏകദേശം ഒരു 3 മണി ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടുന്ന് തിരിച്ച് വരുമ്പോൾ. പിന്നെ നമ്മൾ നേരെ നാട്ടിലേക്ക് പോകലാന്ന്. അപ്പം
4:30 ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുള്ള് സ്ഥലമെല്ലാം കവർ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഫുള്ള് കോടയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ വരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. ഇത് നട്ടുച്ചയാണ്, എന്നിട്ട് പോലും ഭയങ്കര ഒരു തണുപ്പും ആ ഒരു കോടയും ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വന്ന ആ ദിവസം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നല്ല വെയിലും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. പക്ഷെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര കോടയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തിരിയുന്നുണ്ടാവും. നല്ല തണുപ്പായിട്ട് ശരിക്കും ഇറങ്ങാൻ തന്നെ പറ്റുന്നുണ്ടായിട്ടില്ല. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ജാക്കറ്റെല്ലാം ഇട്ടിട്ടാണ് ഇറങ്ങെല്ലാം ചെയ്തത്. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് ഇറങ്ങിയ സമയത്ത് അവിടെ പാലസ് അവിടെ ഇറങ്ങിയപ്പോൾ കോട ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറൊരു വ്യൂ പോയിൻ്റ് അവിടത്തേക്ക് അവിടെ നമ്മൾ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലമെല്ലാം കണ്ടില്ല, ഫുള്ള് കോട മൂടിയിട്ടാണ്. അങ്ങനെ ഇവിടുന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ കീയലാണ്. ഇത് ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ തന്നെ കോട ആയതുകൊണ്ട് നമുക്ക് നല്ല വ്യക്തമായിട്ടൊന്നും കാണുന്നൊന്നും ഉണ്ടായിട്ടില്ല. കണ്ടില്ലേ, ആ ഒരു ഇവിടെയാണ് വ്യൂ പോയിൻ്റ് ഉണ്ടായിട്ടുണ്ടായത്. പക്ഷേ കോടയായതുകൊണ്ട് ഒന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ പുറത്തേക്ക് വന്ന് ഇതുപോലെ ചോള പുഴുങ്ങിയതെല്ലാം വാങ്ങി അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ വണ്ടിയിൽ തന്നെ കയറി പോയിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പോകുന്ന ഫുള്ള് അതിന് ശേഷം നമ്മൾ ആ റൂമിൽ നിന്ന് ഇറങ്ങിയത് തൊട്ട് ഫുള്ള് നമ്മൾ ആ ചുരം കഴിയുന്നവരെ ഫുള്ള് കോടയാണ് കേട്ടോ ഉണ്ടായത്. അപ്പം ഫുള്ള് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും പറ്റുന്നുണ്ടായിട്ടില്ല. ഒന്നും റോഡും കാര്യങ്ങളും ഒന്നും കാണുന്നുണ്ടായിട്ടില്ല, അത്രയ്ക്കും കോടയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് പേരക്ക കണ്ടിട്ട് അവിടെ നിർത്തിയിട്ട് നമ്മൾ പേരക്ക വാങ്ങിയതാണ് കേട്ടോ. അവിടെ നിന്ന് തന്നെ കഴുകി മുറിച്ചിട്ട് എല്ലാവരും കൂടി തിന്നുകൊണ്ട് അങ്ങനെ അവിടുന്ന് പോലാന്ന്. പിന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൊരു സ്ഥലം കൂടി ഇതാണ് കേട്ടോ നമ്മൾ അവസാനമായിട്ട് പോയിട്ടുണ്ടായ സ്ഥലം. അപ്പം ഇവിടെ ഗാർഡൻ അതുപോലെ തന്നെ ബോട്ടിങ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ നേരെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പം മുമ്പോട്ട് വണ്ടി വെച്ചിട്ട് നമ്മൾ കുറച്ച് നടന്നിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് എല്ലാവരും കൂടി ചായയും കുടിച്ച് പിന്നെ നല്ല ചൂട് മാഗി ഉണ്ടായിന്, അതും കൂടി കഴിച്ചിട്ട് നമ്മൾ ഈ ഒരു ഗാർഡനിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ 2-3 പ്ലേസ് കാണാനുണ്ടായിട്ടുണ്ടായിന്, ഗാർഡൻ അതുപോലെ തന്നെ അങ്ങനെ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. അപ്പം നമ്മൾ നേരെ ഗാർഡനിലേക്കാണ് വന്നിട്ടുണ്ടായത്. അപ്പം നമ്മൾ പോയിട്ടാകുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പോയപാടും വലിയ കോട അതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് കോട കുറഞ്ഞിട്ടുണ്ടായിന്, മഞ്ഞ് കുറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ നേരെ അടുത്തേക്ക് വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് പിന്നെ നമ്മൾ പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന അതേ സെയിം പ്ലേസാണ് കേട്ടോ. ഫുള്ള് കോട വന്നിട്ട് മഞ്ഞും ഫുള്ള് മൂടിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ നടന്ന് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല, കാരണം വെച്ചാൽ കോട ആയതുകൊണ്ട് ഒന്നും കാണുന്നില്ലല്ലോ. പിന്നെ നമ്മൾ നേരെ കുറച്ചും കൂടി മുമ്പോട്ട് വന്നിട്ട് നമ്മൾ നേരെ ബോട്ടിങ്. അപ്പോൾ നമ്മൾ 8 ആളുണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ 2 ബോട്ടായിട്ട് പിന്നെ നമ്മൾ പോലാന്ന്. നല്ല പാങ്ങുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പും കോടയും. അപ്പോൾ ഇങ്ങനെ
ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ ബോട്ടിങ്ങെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു പോകലാണ് കേട്ടോ. ഇനി സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഏകദേശം എല്ലാ സ്ഥലങ്ങളും നമ്മൾ 5 മണി ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളെല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ചുരം ചെയ്യാൻ വേണ്ടിയിട്ട് പോകലാണ്. അപ്പം ഈ ഒരു സമയം ഒരു 5 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് വേറെ എവിടെയും പോകാനൊന്നുമില്ല, ഇനി നേരെ നമുക്ക് നാട്ടിലെത്തണം. അങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ 5 മണി ആ ഒരു ടൈമിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇതാണ് കേട്ടോ ടൗണ്. അങ്ങനെ ടൗണിൽ നിന്ന് ഇനി നമുക്ക് ചുരം ചെയ്യണം. പിന്നെ വെച്ചാൽ നമ്മളിതാ ചുരങ്കിയലാണ്. അപ്പം കയറുന്ന പോലെ ഒട്ടും ഈസി ഇല്ലായിരുന്നു കേട്ടോ. ഇറങ്ങുമ്പം ഭയങ്കരമായിട്ട് ടയേർഡായിന്, എന്തോ വൊമിറ്റ് ചെയ്യാനെല്ലാം തോന്നിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. എന്തോ വല്ലാണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടായിന് ഇറങ്ങുന്ന സമയത്ത്. കയറുന്ന സമയത്ത് നമ്മൾ ഒന്നും അറിഞ്ഞിട്ടും കൂടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ നമ്മൾ ചുരെല്ലാം ഇറങ്ങി ലാസ്റ്റായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായത്. അങ്ങനെ ഇതാ നമ്മൾ 7 മണി ആ ഒരു ടൈം ആകുമ്പം താഴെത്തിയിട്ടുണ്ടായിന്. താഴെ എത്തിയിട്ട് എല്ലാവരും കൂടി ഇളനീരെല്ലാം കഴിച്ചു, ഒന്ന് റിലാക്സ് ആയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ അവിടെ നിന്നും നമ്മൾ ഇളനീരെല്ലാം കുടിച്ചിട്ട് വീണ്ടും കുറേ ദൂരം വന്നതിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കലാണ് കേട്ടോ. പാലക്കാട് ആറ്റം തോന്നുന്നു. അവിടെ എത്തിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായത്. ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോകലാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് 1 മണിക്കൂറാറ്റം വീട്ടിലേക്ക് ഓടാനുണ്ട്. അപ്പം വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുമെങ്കിൽ എന്തായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടി ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് പുതുപുത്തൻ വീഡിയോസും റെസിപ്പി വീഡിയോസും എല്ലായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.